ഹായ് ഗൈസ്, ഇത് ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയാട്ടോ. അപ്പോൾ ഇന്നിവിടെ ഞാൻ കാണിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, അതുപോലെ തന്നെ കുരു കളഞ്ഞ് വെച്ചേക്കുന്ന ഈന്തപ്പഴം നമ്മൾ ചേർക്കുന്നത് നാരങ്ങയുടെ കയ്പയ്ക്കൊന്ന് മാറാനാണ്. അതുപോലെ നമ്മളിത് വിനെഗറും എടുക്കുന്നുണ്ട്. ഇത്ര വിനെഗറൊന്നും വേണ്ട, ഒരു ഹാഫ് മതിയായിരിക്കും. പിന്നെ അച്ചാർ പൊടി എടുക്കുന്നത് ഈസ്റ്റേൻ്റെ ആണ്. ഏത് വേണമെങ്കിലും എടുക്കാം, ഞാൻ ഈസ്റ്റേൻ്റെ എടുത്തതേ ഉള്ളൂ. പിന്നെ അച്ചാറിനൊക്കെ നമ്മൾ യൂസ് ആക്കുന്നത് നല്ലെണ്ണയാണ്. അതുപോലെ തന്നെ കടുകും ഉലുവയും നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ചട്ടി ചൂടാക്കി നല്ലെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും പൊട്ടിക്കുക. അതുപോലെ തന്നെ വൃത്തിയാക്കി വെച്ചേക്കുന്ന ഈന്തപ്പഴവും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞ് നമ്മളിതാ അച്ചാർ പൊടിയും നല്ലെണ്ണ വറുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇന്നലെ തയ്യാറാക്കി വെച്ച നാരങ്ങയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ സ്റ്റെയിൻ ചെയ്ത് വെച്ച നാരങ്ങയിലോട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി ഓവർനൈറ്റ് നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ വിനെഗറും ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കുക. അത് കഴിഞ്ഞ് നന്നായിട്ട് ചൂടാക്കി നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.